കൃപാലെ എന്ത് പറ്റിയാ നിനക്ക്? സത്യ അളിയാ, എടാ സത്യ എവിടെ? സത്യ എന്താ പ്രശ്നം? നമ്മളെ കൃപാലിനെ അടിച്ചടാ അളിയാ, എവിടെയാണോ നീ? ഒരു പ്രശ്നമില്ല. എവിടുന്നാ ഓട്ടം വന്നേ? പൂക്കാട്ടുപടിന്ന്. പറയടാ, ആരാടാ കൃപാലിനെ അടിച്ചത്? പറയടാ. എന്നെന്തിനാ തല്ലാൻ വരുന്നത്? അതൊരു റൗഡിയാ. അവന്റെ പേരെന്നാ? ജിം മാസ്റ്റർ മുരളി. ഞാനാ പറയുന്നത്, നന്നാവില്ല നീ. ആ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്നവനാ. തിരിച്ചിടവനെ. ഏയ്, കൃപാലിനെ ഏത് സൈഡിലാ അടി കിട്ടിയത്? റൈറ്റിലാ ലെഫ്റ്റിലാ? വാടാ. ഇരുപത്തഞ്ച്, 26, 27, 28, 29, 30, 31, 32, 33, 34. എടാ, നിന്റെ അമ്മാവ് മിനിസ്റ്ററുടെ പി എ അല്ലേ? അങ്ങോട്ട് പറഞ്ഞ ജോലി വാങ്ങി. എന്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ അപ്ലൈ ചെയ്യേ. നിന്നോടാടാ. എടാ സത്യ, നിന്നോടാ ഞാൻ പറയുന്നത്. അയ്യേ, നമുക്ക് ഈ 9 തൊട്ട് 5 മണി വരെയുള്ള ജോലിയൊന്നും ശരിയാവും. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ SI സെലക്ഷൻ വാ. SIയോ? എനിക്ക് കാക്കി കളറേ ഇഷ്ടമല്ല. അതെ, നിന്റെ അനിയത്തി അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. ഒരു സൈഡ് പറ്റി പോവാൻ നോക്ക്. കൊടുക്ക്, മൂക്കുമുട്ട കൊടുക്ക്. അപ്പോഴേ ആരോഗ്യം തിരിച്ചു കിട്ടി നടു റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ പറ്റൂ. ആ ചെറുക്കൻ അടി കൊണ്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത് എന്താ? നാളെ SI എക്സാമിനേഷൻ എഴുതുമ്പോൾ അവനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ. ജനിക്കുന്നെങ്കിൽ കുട്ടികൾ അങ്ങനെ ജനിക്കണ വേണ്ടി തന്ത കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന മൂക്കുമുട്ട തിന്നിട്ട് തോന്നിവാസം കാണിക്കാമല്ലോ. കുട്ടി കഴിക്കുമ്പോൾ മഴക്ക് വരേണ്ട. കുട്ടിയോ? ഇവനാണോ കുട്ടി? തൊട്ടടുത്ത വീട്ടിൽ മാധവന്റെ മോനുണ്ട് കൃപാല്. അവനാണടി കുട്ടി. ഇവൻ തീറ്റി ഭ്രാന്തൻ. അമ്മേ, കൃപാലിനെ വെച്ചെന്നെ കമ്പയർ ചെയ്യുന്ന ഞാൻ പല കമ്പയർ ചെയ്യുന്നില്ല. അവന്റെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? അവനും ഫസ്റ്റ് ക്ലാസ്സാ, ഞാനും ഫസ്റ്റ് ക്ലാസ്സാ. എടാ, ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിട്ട് എന്താ പ്രയോജനം? അവൻ SI എക്സാമിനേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നിനക്ക് ചെയ്യാമായിരുന്നില്ലേ? എനിക്ക് ഈ പോലീസ് ജോലിയൊന്നും ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ല? റോഡിൽ കൂടെ പോകുന്നവരെല്ലാം എന്നെ മാമാന്ന് വിളിക്കും. അടിച്ചപ്പോ തന്നെ അടുത്ത സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഞാൻ സ്റ്റേഷനിൽ പോവില്ല. അതെന്താ? ചേട്ടൻ SI ആയി കഴിഞ്ഞേ സ്റ്റേഷനിൽ പോവുള്ളൂന്ന്. അതിനൊക്കെ വിവരമുണ്ടല്ലോ. പിന്നെ ഇതിനാ റൗഡി പയ്യനുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നു. കൂടെ പഠിച്ച ആളാ. അയാളുടെ അനിയത്തി ചേട്ടനെ കല്യാണം കഴിക്കാൻ പോണേ. പൊടി അച്ഛാ, ഞങ്ങൾ ഒന്നിച്ച് കോളേജ് വരെ പഠിച്ചതാ. അവന്റെ എന്ത് പ്രശ്നത്തിനും ഞാൻ കൂടെ പോകും. നീ പോകുന്നോ? നിന്റെ അന്തസ് എന്താണ്? നീ നാളെ വലിയ പോലീസ് ഓഫീസർ ആവും, അവൻ ഇതിലെ തെണ്ടി നടക്കുകയും ചെയ്യും. അപ്പോഴും നീ ഇത് തന്നെ തുടരുവോ? രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചാന്നൊക്കെ എനിക്കറിയാം. എന്ന് വിചാരിച്ച് എപ്പോഴും അവന്റെ കൂടെ തന്നെ നടക്കണോ? ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു പരിധി വരെ മതി. കഴിക്കുമോനെ? ആർക്കറിയാം, നാളെ നീ SI ആയി ഇവിടെ തന്നെ വന്ന് അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടേണ്ട ഗതികേടുണ്ടാവുമെന്ന്. അപ്പൊ നീ അവിടെ കൂട്ടുകെട്ട് നോക്കുവോ? എന്താടാ? വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ലല്ലേ? എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണമല്ലേ? വെള്ളം പോലും നിനക്ക് പിടിക്കാൻ പറ്റില്ല. ഇറങ്ങി പോടി എങ്ങോടെങ്കിലും. എന്നെ തന്തേ കൊണ്ട് വരട്ടെ. ഉറങ്ങുമ്പോ കല്ലെടുത്ത് തലയിലിടും. നോക്കി പിടിപ്പിക്കാതെ പോടി. എന്തായാലും ഇതിരെ രാവിലെ അമ്പലത്തിലേക്കാ. എന്താ കാര്യം? എന്റെ ചേട്ടൻ SI എക്സാം പാസ് ആവണം, അതിനു വേണ്ടിയാ. പിന്നെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന്? എടീ, അഴിച്ചു വിടറി. ഇന്ന് പുറത്തു പോവാൻ പാടില്ല. അതെന്താ? കൂട്ടുകാരന്റെ ബർത്ത്ഡേ അല്ലേ, അങ്ങേരുടെ കൂടെ കറങ്ങാൻ പോവും. സത്യന്റെ ബർത്ത്ഡേ ആണെന്നോ? ഇന്ന് ജൂൺ 6. ജൂലൈ 6 അല്ലേ ചേട്ടന്റെ ബർത്ത്ഡേ? അമ്മ ഇതിൽ തേങ്ങയുണ്ട്. നീ എന്തിനാണ് 4 കൂടെ എടുത്തോണ്ട് പോന്നെ? സമയം വെറുതെ കളയണ്ടല്ലോ.
എടി ഇതായിക്കടി, എനിക്ക് പുറത്തു പോകണം. അതിനെന്താ പോയിക്കോ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു 5 ചോദ്യം ചോദിക്കും, ചേട്ടൻ അതിന് ഉത്തരം പറയാം. അങ്ങനെയാണോ? ചോദിക്കേ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് ടേക്കൺ 98.5 degree east. The breadth of railway broad gauge. 1.676 meters. The minimum age of Rajya Sabha 30 candidate. years. The world first man-made satellite or Sputnik 2. the first Indian railways was started in 1851. തെറ്റ്. എന്ത്? പറഞ്ഞത് തെറ്റാ. നോക്ക്, ശരിയായ ഉത്തരം 1853 എന്നാ. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്കാ. തോറ്റുപോയി ചേട്ടാ. തോൽവി സമ്മതിക്കില്ലല്ലോ. പണ്ടാറടക്കാനായിട്ട് വെള്ളം കോരി കോരി എന്റെ കൈയെല്ലാം വേദനിക്കുക. രുദ്രേ, സത്യനല്ലേ ആദ്യം വന്നത്? എനിക്ക് ജോലിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്താ ജോലിയില്ലേ? റൗഡിത്തരം കാണിക്കുന്നവർക്ക് എന്താ ജോലി? കുരുവി ഒരു കേറ്റ് വെച്ചതാണല്ലോ, നീ പിന്നെ കാണുകല്ലോ. അതൊക്കെ കോളനിക്ക് പുറത്ത്. കുരുവി നീ കുറെ കൂടുന്നുണ്ട്. മലയാളം മീഡിയം പഠിച്ചവർ ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർ എങ്ങനെയായിരിക്കും? കൃപാൽ എന്റെ കൂടെ മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചത്? ചേട്ടൻ അടുത്ത വർഷം SA ആവും. നിർത്തടാ. എന്തു പറ്റിയടാ? തലവേദന എടുക്കുന്നടാ. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് വേണ്ട, ബാറിൽ പോയി ഒരെണ്ണം അടിച്ചാൽ ഓക്കെ ആവും. നീ ഒരിക്കലും നന്നാവില്ലടാ. എടാ കുരുവി വാടാ. എടാ താക്കോലെടാ. എന്തിനാ? ഇങ്ങോട്ട് താടാ. ഞാൻ ലോകുവാ. നെയ്മീനാണോ കിളിമീനാണോ? എന്ത് പ്രായം വരും? ഏരിയ ഏതാ? എത്ര പേര് കൂടെയുണ്ട്? മീൻവണ്ടി മാറ്റിയേര്. ആ ആ ആ ആ ശരി. ഇവിടെ എപ്പോൾ എത്തും? തന്തയ്ക്ക് എന്താ പരിപാടി? ഒന്ന് ഹോൾഡ് ചെയ്. എന്താ? ഹലോ, പിന്നെ വിളിക്കേ. ദയ ദയ കോളേജിലൊക്കെ പഠിച്ചല്ലേ, കുറച്ചെങ്കിലും വിവരം വേണ്ടേ? ഇനി ഇതുപോലുള്ള തോന്നിയാസം കാണിച്ചാ എടുത്ത് ഞാൻ അകത്തിടും. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ കയ്യില സാറ് തെറ്റ്. അവനൊന്നും ചെയ്തില്ല. ഞാൻ ആവശ്യമില്ല സംസാരിച്ചത്. മതി മതി, ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് പോ. എന്താ അച്ഛാ അവനെന്തിനാ ഒപ്പിടുന്നേ? അത് FIR ഒന്നും അല്ലടാ. ഇനി അവൻ അടിയുണ്ടാക്കില്ലെന്ന് എഴുതി വാങ്ങിക്കുന്നത്. താങ്ക്സ് അച്ഛാ. നീ കാരണമാ ഞാൻ അവന്റെ മുമ്പിൽ തലകുനിച്ചത്. ഇപ്പൊ അവന് സപ്പോർട്ട് ചെയ്യാൻ നീ സ്റ്റേഷനിൽ എത്തി. നീ വീട്ടിലോട്ട് വരുമല്ലോ. കൃപാൽ നിക്കണ അവിടെ. നിന്നോടാരാ പോലീസ് പരാതി കൊടുക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ പോലീസ് പരാതി കൊടുക്കാൻ? ഇനി എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താ കൊന്നുകളയും ഞാൻ. ദയാ, നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഷെഡിൽ നിന്ന് പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? വണ്ടി എടുക്കടാ. കൊച്ചി ഇറക്കാനായിട്ട് അടിക്കുന്നുണ്ടോ നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത്. നീ വെള്ളം അടിക്കാൻ പോയതല്ലേ? അവിടെ എന്ത് നടന്നത് നിനക്കെന്താ? തെറ്റിയതാ ചോദിക്കണ്ടേ? ഇതെല്ലാം ചോദിക്കാൻ നീ ആര്? പോലീസുകാരനോ? പോലീസുകാരനായിരുന്നു, അവനെ അവിടെ വെച്ച് തീർത്താൻ. എന്നാ പോലീസുകാരനാടാ. നീ എന്റെ കൂടെ SI സെലക്ഷൻ വാ. പോലീസ് ആയതിനു ശേഷം അടിക്കാലോ. എന്റെ പൊന്നെ നമ്മളില്ല. നീ പോലീസ് ആയതിനു ശേഷം എന്താ ചെയ്യുന്നത് നോക്കാലോ. നീ കണ്ടോ എന്താവുന്നു? ഞാൻ പോലീസായ ആദ്യം നിന്നെ റോഡിൽ വെച്ച് പിടിവെക്കും. വാടാ.